ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞാണ്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റേണ്ടി വന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് ചെയ്യണേ. ഞാൻ അതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി ബില്ലിനകത്ത് നോട്ട് ചെയ്ത് തരാം. അതും പ്രകാരം കൃത്യമായിട്ട് ചെയ്യാം. കാരണം ഒരു വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് വാറണ്ടിയുടെ കാലാവധി. ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ 12,000 കിലോമീറ്റർ കണക്ക് കൂട്ടും. ഇനി ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ ഒരു വർഷം. അത് ഏതാണോ ആദ്യം തന്നെ അതാണ് വാറണ്ടി കാലാവധിയായിട്ട് കൂട്ടണം കേട്ടോ. ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ നമ്മളതിൻ്റെ എൻജിൻ ഓയിൽ മാറണം. ഓയിൽ മാറ്റി ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻജിൻ പെർഫോമൻസ് ചെക്ക് ചെയ്യണം. ഓയിൽ ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ, ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അതാണ് അതിൻ്റെ കാലാവധി കേട്ടോ. അത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ ഓരോ 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പീരിയോഡിക് സർവീസ്, പെയ്ഡ് സർവീസായിട്ട് വരാം. ഇതെല്ലാം പെയ്ഡ് സർവീസ്, പെയ്ഡ് വർക്കുകളാണ് കേട്ടോ. പൈസ അടച്ച് ചെയ്യേണ്ട കേസുകളാണ് എല്ലാം തന്നെ. അത് നമുക്ക് വാറണ്ടിയിൽ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതും പ്രകാരം നമുക്ക് എൻജിൻ ചെയ്തേക്കണ ഭാഗങ്ങൾ കൃത്യമായിട്ട് നോക്കി അതനുസരിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നതാണ്. പിന്നെ അതിനകത്ത് മെയിനായിട്ട് സ്കൂട്ടറിൻ്റെ എൻജിൻ എന്ന് പറയുമ്പോൾ 3 പാർട്ടാണ് വരാം. അതായത് ക്ലച്ച്, ഗിയർ ബോക്സ്, പവർ ജനറേറ്ററാണ്, സിലിണ്ടർ പിസ്റ്റൺ അടങ്ങുന്ന ഒരു ഭാഗം. അങ്ങനെ 3 ഭാഗമായിട്ടാണ് സ്കൂട്ടറിൻ്റെ എൻജിൻ വരാം. അതായത് ഒറ്റ യൂണിറ്റായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ 3 പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ സിലിണ്ടർ, പിസ്റ്റൺ, ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം വരുന്ന ഭാഗമാണ് നമ്മൾ റിപ്പയർ ചെയ്തേക്കണത്. ബാക്കിയത്തെ ഭാഗങ്ങൾ നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ല. റിപ്പയർ ചെയ്തേക്കണത് ആ ഭാഗമാണ്. അപ്പോൾ ആ ചെയ്തേക്കണ വർക്കിനാണ് വാറണ്ടി. ബില്ല് കാര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ എടുത്ത് തന്നെ ഈ വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾ സേവ് ചെയ്തിടാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സാപ്പിനകത്ത് കിട്ടും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അതിനകത്ത് കറക്റ്റ് അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് ബാക്ക് സപ്പോർട്ടും ഉണ്ടാവും. കറക്റ്റായിട്ട് ടൈമിലൊക്കെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. 3000 കിലോമീറ്റർ കൂടുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറണം. ആദ്യത്തെ 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഓരോ 3000 കിലോമീറ്ററിലാണ് എഞ്ചിൻ ഓയിൽ മാറേണ്ടത്. അത് വണ്ടിയുടെ ഓട്ടം നമുക്ക് അറിയാൻ പറ്റില്ല. സർവീസ് നമ്മൾ 4 മാസം കൂടുമ്പോൾ അത് കറക്റ്റായിട്ട് വിളിച്ച് നമ്മൾ ചെയ്യും. 3000 കിലോമീറ്റർ എന്നുള്ളത് ഓട്ടം നമുക്ക് മീറ്ററിനകത്ത് നോക്കി അതനുസരിച്ച് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ മീറ്റർ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ മീറ്റർ മാറ്റി പുതിയ മീറ്ററാണ് വെച്ചേക്കണേ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കി അത് ചെയ്തു പോകാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതതിൻ്റെ മാറ്റിയേക്കുന്ന പാർട്സുകളൊക്കെയാണ്. ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, വാൽവ് കിറ്റ് കാര്യങ്ങളൊക്കെ. പെട്രോളിൻ്റെ ടാപ്പ് അടക്കം കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. മീറ്റർ ഡിജിറ്റൽ മീറ്ററാണ് കംപ്ലയിൻ്റ് ആയിരുന്നു. അതും മാറ്റി പുതിയത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഓൾറെഡി തരാം. ബില്ലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഡിജിറ്റലായിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാവും. അതും ഞാൻ അതിൻ്റെ ഫോർവേഡ് ചെയ്ത് തരാം കറക്റ്റായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് സർവീസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വണ്ടിക്ക് കംപ്ലയിൻസുകൾ ഇല്ലാതെ തന്നെ ഓടാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എത്തനോൾ ഉപയോഗിച്ചിട്ടുള്ള പെട്രോളാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണേ. 20% എത്തനോളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ കാർബറേറ്ററിനൊക്കെ വന്നിട്ടുണ്ട്. അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓവർഫ്ലോൻ്റെ സാധ്യതയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനത്തെ പ്രോബ്ലംസും ഉണ്ട്. അതൊന്നും നോട്ട് ചെയ്തേക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ് കഴിഞ്ഞാൽ ഓയിൽ കത്തിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഓയിൽ കത്തിക്കൊണ്ടിരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ സൈലൻസറിനകത്ത് ഓയിലിൻ്റെ പ്രസൻസ് ഉണ്ട്. സൈലൻസറിൻ്റെ ഉള്ളിൽ വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ഓടി ചൂടാവുന്ന സമയത്തൊക്കെ സൈലൻസറിൽ നിന്ന് വെള്ള കളറിൽ പുക പുറത്തേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻജിൻ പണിത വണ്ടിയാണ്, വീണ്ടും പുക വരുന്നുണ്ടല്ലോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. അത് ഓൾറെഡി വരും. അത് കത്തി തീരണ വരെ ആ പുകയുടെ പ്രശ്നം കാണിക്കും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. കാരണം എന്താ വെച്ചാൽ ഓയിൽ കത്തണമെങ്കിൽ എൻജിൻ ഓയിൽ ലെവൽ കുറയും. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ രീതികൾ ഒരു മാസത്തിനുള്ളിലും അതേപോലെ തന്നെ 4 മാസം കൂടുമ്പോഴും കൃത്യമായിട്ട് സർവീസ് ചെയ്യാനായിട്ട് നിർബന്ധപൂർവ്വം പറയണം കേട്ടോ. കൃത്യമായിട്ട് സർവീസ് ചെയ്താൽ മാത്രമാണ് ഒരു വാറണ്ടി ക്ലെയിം വന്നാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് ഷോപ്പ് വാറണ്ടി, അതായത് പ്രോ വാറണ്ടി ഉള്ള വണ്ടിയാണ്. കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് 1 ഇയർ വാറണ്ടി നമുക്ക് ക്ലിയറായിട്ട് കിട്ടും. സർവീസ് ഹിസ്റ്ററി കറക്റ്റ് അല്ലെങ്കിൽ വാറണ്ടിയുമായി ബന്ധപ്പെട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ബില്ലായി കഴിയുമ്പോൾ ഞാൻ കോൺടാക്റ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മൾ ജനറൽ സർവീസും കൂടി ചെയ്തേക്കണതാണ്. ഫ്രണ്ട് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഗട്ടറുള്ള വഴിക്കൊക്കെ പോകുമ്പോൾ ഫ്രണ്ട് കിടന്ന് ഇളകണമായിട്ട് ഫീൽ ചെയ്യും. ആ കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഫസ്റ്റിലത്തെ ഫിൽട്ടർ ക്ലീനിങ്ങിനായിട്ട് എന്തെങ്കിലും ഒരു ദിവസം വെക്കണം. അപ്പോൾ അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെക്കണത് കൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് കയറ്റി ചെയ്യാം. അപ്പോൾ നമുക്കൊരു സമയം കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ കോൺസെപ്റ്റ് മാറ്റി വരുന്ന സമയത്ത് വീണ്ടും ഒരു ദിവസം കൂടി ലേറ്റാവും. ഇപ്പോൾ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നിന്ന് എന്തെങ്കിലും ഓഫീസിൽ നിന്ന് വിളിച്ചോളും. അപ്പോൾ അതും പ്രകാരം കൃത്യമായിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂട്ടത്തിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം.
അതല്ലെങ്കിൽ അടുത്ത ഫിൽട്ടർ ക്ലീനിങ് വരുമ്പോൾ ആ കൂട്ടത്തിൽ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം കേട്ടോ. ഏകദേശം 1000 രൂപ അടുത്ത് നമുക്ക് ചിലവുള്ള കേസാണ് കോൺസെപ്റ്റ് മാറാമെന്ന് പറയുന്നത് കേട്ടോ. ലേബർ ചാർജും പാർട്സിൻ്റെ എല്ലാം കൂടി വരുമ്പോൾ. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് സർവീസ് മെയിൻറ്റെയിൻ ചെയ്യുക, ആഫ്റ്റർ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യുക, വാറണ്ടി കട്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.